ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗീസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഹൈഡ് ആൻഡ് സീക്കാണ് ഗീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് ഗ്രാനിയുടെ വീട്ടിലാണ് ഗീസ്. അപ്പോൾ ഗ്രാനിയുടെ വീട്ടിൽ ഗ്രാനി ഇല്ല, അതുകൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ നമ്മുടെ കൂടി പുതിയൊരാളുണ്ട് ഗീസ്, അതാണ് ബാറ്റ്മാൻ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. അപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ നൊബീത്തയാണെങ്കിൽ ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കളിയിൽ നൊബീത്ത എല്ലാവരും കണ്ടുപിടിക്കുന്നത്. എടാ നൊബീത്ത, നീ എന്തായാലും പോയി ഞാനെന്തായാലും ഒളിച്ചിരിക്കട്ടെ. നീ ഒന്ന് വേഗം ചെല്ല്. പോയിട്ട് ഒരു 300 വരെയാണ്, അല്ലെങ്കിൽ ഉണ്ട് ഒരു 200 മതി. നീ എന്തായാലും ചെല്ല്. നീ എന്തായാലും വേഗം എണ്ണിക്കോളാം നൊബീത്തെ. എന്തായാലും ഇന്ന് ആരാ ജയിക്കുന്നത് നമുക്ക് കാണാം. അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. അണ്ണോ, ശരിക്കും സത്യമാണോ? എങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെന്ന് വേഗം എണ്ണിക്കോളാം. ഗൈസ്, ഇന്ന് ആരും നമ്മുടെ കളി ജയിക്കുമെന്നറിയില്ല. നമുക്കെന്തായാലും വേഗം എണ്ണാം. ഞാനെന്തായാലും ഒരു 300 വരെ എണ്ണട്ടെ. 1 2 3 4 5. ഗൈസ്, അപ്പോഴേ നമ്മുടെ നൊബീത്ത അവിടെ എണ്ണുന്നുണ്ട് ഗൈസ്. ഞാനെന്തായാലും വേഗം ഒളിച്ചിരിക്കട്ടെ. ഇപ്പോൾ എവിടെ ഗൈസ് ഒളിക്കുക? എനിക്കറിഞ്ഞൂടാ. ഇവിടെ നിന്ന് വിളിച്ചാൽ കണ്ടുപിടിക്കും. വീട്ടിനകത്ത് നമുക്ക് കയറി നോക്കാം. മുകളിൽ വേണോ? മുകളിലല്ലെങ്കിൽ വേണ്ട ഗൈസ്. പുറത്തെവിടെയെങ്കിലും നമുക്ക് ഒളിച്ചിരിക്കാം. ഞാനിപ്പോൾ എവിടെ ഒളിച്ചിരിക്കും? ഇവിടെ ഒരു ചെറിയ ഈ ഒരു സ്ഥലം കൊള്ളാം ഗൈസ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിൽക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഞാനിനിപ്പോൾ എവിടെ ചെന്നാൽ വിളിക്കുക? ഒരു സ്ഥലം കിട്ടി. നമുക്കെന്തായാലും അകത്തൊളിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം അകത്തൊളിച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പുറത്ത് തന്നെ വിളിക്കണേ. അതുകൊണ്ട് നമുക്കൊരു പുറത്ത് വിളിക്കാം. ഈ സ്ഥലത്ത് വിളിക്കാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, പുറത്ത് നമുക്ക് സ്ഥലമൊന്നും കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് അകത്ത് തന്നെ ഇരിക്കാം. അകത്ത് തന്നെ വിളിച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ കുറേ റൂമുണ്ട്. ഇനിയിപ്പോൾ എവിടെ വിളിക്കുക? എടാ, ഇവിടെ ജാക്ക് നിൽപ്പുണ്ടല്ലോ. പക്ഷേ ഗൈസ്, ഇനിയിപ്പോൾ എവിടെ നമ്മളെ വിളിക്കുക? ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും മുകളിലേക്ക് പോവാം. ഞാനെന്തായാലും വേഗം മുകളിലേക്ക് പോട്ടെ. ഇവിടെ റൂം എന്തായാലും കാണും ഗൈസ്. ഇവിടെ പിന്നെ റൂമൊന്നുമില്ല. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഈ ബാൽക്കണിയിൽ ഇവിടെ നിൽക്കാം. ഇവിടെ ഒരു ചെറിയ മൂലയൊക്കെ ഉണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കെന്തായാലും ഇവിടെ നിൽക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഞാനാണ് ഗൈസ്. ഞാനിപ്പോൾ കഴിഞ്ഞ കളിയിൽ ജയിച്ചില്ല, ഈ കളിയിലെങ്കിലും എനിക്ക് ജയിക്കണം ഗൈസ്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്ന് ഒളിച്ചിരിക്കുകയെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും വീട്ടിനകത്ത് ഒളിച്ചിരിക്കാം ഗൈസ്. ഇവിടെ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞാനെന്തായാലും ഇവിടെ തന്നെ ഒളിച്ചിരിക്കട്ടെ. ഈ സ്ഥലം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഞാനാണ് ഗൈസ്. കഴിഞ്ഞ കളിയിൽ ഞാനാണ് ഗൈസ് ജയിച്ചത്. എന്തായാലും ഈ കളിയിലും എനിക്ക് ജയിക്കണം ഗൈസ്. ഇതെന്താ ഇത്? ഇവിടെ ഡോർ നിൽപ്പുണ്ടല്ലോ ഗൈസ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒളിച്ചിരിക്കുക. ഇവിടെ ഒന്നും ഒരു സ്ഥലവും ഇല്ല ഗൈസ്. പിന്നെ എവിടെ ഒളിക്കണ്ടതെന്നും എനിക്കറിയില്ല ഗൈസ്. എനിക്ക് ഒരു ഐഡിയ കിട്ടി ഗൈസ്. ഇതിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട് ഗൈസ്. ഞാനൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കെന്തായാലും ഇവിടെ നിൽക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നും ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഞാനാണ് ഗൈസ്. ഞാനിപ്പോൾ എവിടെ ചെന്നിട്ട് ഒളിച്ചിരിക്കുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കളി ജയിച്ചാൽ മതിയായിരുന്നു, അത്ര എൻ്റെ ആഗ്രഹമാണ് ഗൈസ്. നമ്മളെന്തായാലും മുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ഇവിടെ നിൽക്കണ്ട. ഈ സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നാണേ തോന്നണേ. അതുകൊണ്ട് ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. പിന്നെ ഇവിടെ വേറെന്താ ഉള്ളത്? ബാൽക്കണിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഈ ബാൽക്കണി ഉള്ളത്. അവിടെ എല്ലാം ഉണ്ടാ? അവിടെ കാണാൻ സാധ്യതയുണ്ട് ഗീസ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഗീസ്. നമുക്കെന്തായാലും ഇവിടെ നിൽക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഞാനാണ്. കഴിഞ്ഞ കളിയിൽ ഞാൻ ജയിച്ചില്ല ഗൈസ്. ഈ കളിയിലെങ്കിലും ഞാൻ ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഇവിടെ നമ്മുടെ ഗരാജൊക്കെ ഉണ്ട്. ഇത് ഗ്രാനിയുടെ ഗരാജാണ് ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഞാനാണ് ഗൈസ്. ഞാനിപ്പോൾ എവിടെ വിളിക്കാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണേ, അതും ഈ ഗ്രാനിയുടെ വീട്ടിൽ. ഗ്രാനിപ്പോൾ ഇവിടെ ഇല്ല, അല്ലായിരുന്നു നമ്മുടെ തലമണ്ട തല്ലി പൊളിച്ചേനെ. ഗൈസ്, പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഇവിടെ നിൽക്കാൻ പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കാമെന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. ഗ്രാനിയുടെ വീടല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലം കാണും. പക്ഷെ ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇങ്ങോട്ടൊരു സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കും. ജാക്കണ്ണൻ്റെ കാര്യം. എങ്കിൽ പിന്നെ ഗേസ്, അവിടെ ഒരു മൂല ഉണ്ടാവും. നമുക്കെന്തായാലും അവിടെ ചെന്ന് വിളിക്കാം. ഇതെന്ത് കഷ്ടമാണ്, ബെണ്ടനുണ്ടല്ലോ ഗേസ്. ഞാൻ എവിടെ പോയിട്ട് ഒളിച്ചിരിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഡോറേ. ഗേസ്, ഇതെന്താ ഇപ്പം ചെയ്യും?
ആ ഇവിടെ ദേ ഒരു വാതിലുണ്ട്, നമുക്കെന്നാലും ഇവിടെ നിൽക്കാം ഗൈസ്. ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഈ സ്ഥലം കുഴപ്പമില്ല ഗൈസ്, നമ്മൾ സേഫാ. 298, 299, 300 ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ 300 വരെ എണ്ണി ഗൈസ്. ഇനിയിപ്പോൾ നമുക്കെല്ലാവരും കണ്ടുപിടിക്കാം ഗൈസ്. എന്തായാലും ഞാൻ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ അവിടെ ആരോ കണ്ടല്ലോ. അത് ഗൈസ്, ഇത് പിന്നെ നമ്മുടെ ജോണിയല്ലേ ഗൈസ്? ശരിയാ ഗൈസ്, ഇത് ജാക്കണ്ണൻ്റെ അനിയൻ ജോണിയാ. അപ്പോൾ ഗൈസ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ജോണിയാണ് ഗൈസ്. അപ്പോൾ അടുത്ത കളിയിൽ ജോണി ആയിരിക്കും എല്ലാവരും കണ്ടുപിടിക്കുന്നത്. അവിടെ ചിഞ്ചാനെ നീയോ ഗൈസ്? നമ്മളങ്ങനെ ചിഞ്ചാനെ കണ്ടുപിടിച്ചു ഗൈസ്. ഇതെന്തായാലും നല്ല ഇടപാടാ. ഒരു പിടിക്ക് 2 പക്ഷി ഗൈസ്. അവിടെ ചിഞ്ചാനെ നിന്നെ അല്ല ആദ്യം കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇനിയിപ്പോൾ ആരെ കണ്ടുപിടിക്കുക ഗൈസ്? നമുക്ക് അകത്തോട്ട് പോവാം ഗൈസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്ത് നോക്കാം. ഞാൻ പുറത്തധികം നോക്കിയില്ല. ഇവിടെ ബാക്കിലൊക്കെ ആരും ഒളിച്ചിരിപ്പുണ്ടെങ്കിലേ അതേ അവിടെ നിൽക്കണം നമ്മുടെ പിഞ്ചാനെ ഷിഞ്ചാനെ നമ്മളെല്ലാവരും കണ്ടുപിടിച്ച് ഗൈസ്. ഇതെന്തായാലും നൈസ് പരിപാടി തന്നെ. ഇനി ഒരു മിനിറ്റ് ഗൈസ്, അവിടെ ആരും ഞാൻ കണ്ടല്ലോ. ഗൈസ്, ഇത് നമ്മുടെ ബാറ്റ്മാൻ അല്ലേ ഗൈസ്? നമ്മളങ്ങനെ ബാറ്റ്മാനെ കണ്ടുപിടിച്ചു ഗൈസ്. പാവം, ഞാൻ ഓർത്ത് വന്നപ്പോൾ തന്നെ കളി ജയിക്കുമെന്നാണ്. പക്ഷേ ബാറ്റ്മാനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഒരു മിനിറ്റ് ഗൈസ്. നമ്മളങ്ങനെ ഡോറേം കണ്ടുപിടിച്ചു ഗൈസ്. ഇനി പിന്നെ ആരെ ബാക്കിയുള്ളത്? എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. വേറെ ഇനി കുറേ പേരുണ്ട്, നമ്മളെന്തായാലും എല്ലാവരും കണ്ടുപിടിക്കും ഗൈസ്. ഇവിടെ പിന്നെ അവിടെ ബാറ്റ്മാനാണ് ഗൈസ്, വേറെ ആരും നിൽപ്പില്ല. എന്തായാലും ഈ കളിയിൽ ഇനി ആര് ജയിക്കുമെന്ന് നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, നമ്മളങ്ങനെ ജാക്കണ്ണനെ കണ്ടുപിടിച്ചു. ജാക്കണ്ണ നല്ല സ്ഥലത്ത് വിളിച്ചു. അതെ, നമ്മുടെ ബെണ്ടനെ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത ഗൈസ്. ഇനിയിപ്പോൾ നമ്മുടെ കളിയിൽ ഡോറിമോൻ മാത്രം ബാക്കിയുള്ള ഗൈസ്. അതിനർത്ഥം ഡോറിമോനെ ഗൈസ് ഈ കളിയിൽ ജയിച്ചേ. നമുക്കെന്തായാലും അവന് വേഗം വിളിക്കാടാ. ഡോറേമോനെ നീ പുറത്തേക്ക് വാ, നീയായി കളി ജയിച്ചത്. നീ വേഗം പുറത്തേക്ക് വാ, നീയാ ജയിച്ചേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളി കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിൽ പിന്നെ ജയിച്ചത് ആരെന്ന് അറിയാവോ ഗൈസ്? നമ്മുടെ ഡോറേമോനാണ് ഗൈസ്. നമ്മളാരും പ്രതീക്ഷിക്കാതെയാണ് ഗൈസ് നമ്മുടെ ഡോറേമോൻ ജയിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പിന്നെ നമ്മുടെ നൊബീത്ത ഫസ്റ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ അനിയൻ ജോണിയാണ് ഗൈസ്. അപ്പോൾ അടുത്ത കളിയിൽ ജോണി ആയിരിക്കും ഗൈസ് എല്ലാവരെയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജോണി, ആശംസകൾ, എല്ലാവരും കണ്ടുപിടിച്ചേക്കണേ ഗൈസ്. പിന്നെ നമ്മുടെ ഡോറിമോന് ഗിഫ്റ്റൊക്കെ ഉണ്ട് ഗൈസ് കളി ജയിച്ചുകൊണ്ട്. ഗിഫ്റ്റ് പിന്നെ വേറൊന്നും അല്ല ഗൈസ്, ഒരു വണ്ടിയാണ്. ആ വണ്ടി പിന്നെ നിങ്ങൾ നോക്കണം ഗൈസ്, അതാണ് ഗൈസ് KTM. ഇനി ഈ വണ്ടി നിൻ്റെ ഡോറിമോനെ അണ്ണാ? ശരിക്കും ഈ വണ്ടി ഇനി എൻ്റെയാണോ? നൈസ് വണ്ടി ആയിട്ടുണ്ടല്ലോ അണ്ണാ, എനിക്കെന്തായാലും ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി കൊള്ളാലോ. നമുക്കെന്തായാലും ഓടിച്ച് നോക്കാം ഗൈസ്. അയ്യോ, കാട്ടിലെ ലയൺ, സിംഹം, അയ്യോ കാട്ടിലെ രാജാവ്. നമുക്കെന്തായാലും ഇവിടുന്ന് വേഗം പോവാം ഗൈസ്. അവരെ ചിലപ്പോൾ പുലി പിടിക്കുമോയെന്ന് ആർക്കറിയാം, സിംഹം പിടിക്കുമോയെന്ന് ആർക്കറിയാം. അപ്പോൾ ഗീസ് ഈ വണ്ടി അടിപൊളിയായിട്ടുണ്ട് ഗീസ്. ഈ വണ്ടിക്ക് ബൂസ്റ്റർ ഇല്ലെങ്കിലും അത്യാവശ്യം സ്പീഡുണ്ട് ഗീസ്. എന്തായാലും നൈസ് വണ്ടിയാണ് ഗീസ്. അപ്പോൾ ഗീസ് ഇതേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ കുട്ടു ബ്രോ ഇനിയും കുറേ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരേക്കും കുട്ടു ബ്രോ, അയ്യോ വണ്ടി ഇടിച്ചേ, കുട്ടു ബ്രോ സൈനിങ് ഓഫ്, ഗുഡ് ബൈ. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.